ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാണ്ട് 62 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യന് 2000 രൂപ പെൻഷൻ കൊടുക്കുന്നു. ആ പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞ വാക്യങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലി കൊടുക്കുക. കൈക്കൂലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുക ചെയ്യുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ മാസത്തിൽ 2000 രൂപ. ആ 2000 രൂപ വലിയ കാശല്ല. പക്ഷെ ആ 2000 രൂപ കിട്ടുമ്പോൾ അവൻ്റെ കണ്ണ് നിറയുക. അവൻ ഏത് കാര്യത്തിനും ആരെയും ആശ്രയിക്കണമല്ലോ. ആ 2000 രൂപ കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യമുള്ള തീരുമാനിക്കുന്നത് നമ്മൾ ആദ്യം തുടങ്ങിയതാ. 80-ൽ സഖാവ് നായനാർ അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 45 രൂപയിൽ തുടങ്ങിയതാ. ആ 45 50ആയി. പിന്നെ UDF ഗവൺമെൻറ് കാലത്ത് പലപ്പോഴായി ഇടതുപക്ഷ മുന്നണിയും UDF ഗവൺമെൻറ് മാറി മാറി 500ആയി. അവർ 100 രൂപ വർദ്ധിപ്പിച്ച 600. വർദ്ധിപ്പിച്ച 100 രൂപയാണ്, പക്ഷെ കൊടുത്തില്ല. 600 കൊടുത്തില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം 18 മാസത്തെ ബാലൻസ് ഉണ്ടായിരുന്ന കാശ് കൊടുത്തു തീർത്തു. അതിനെക്കുറിച്ചാണ് ഇവിടെ കോൺഗ്രസിലെ വലിയ നേതാക്കന്മാർ പറയുന്നത്, കൈക്കൂലി കൊടുക്കുക ഈ നാട്ടിലെ ആളുകൾക്ക്. അവർ കൈക്കൂലി ഭാഗം നിൽക്കുന്ന ആളുകളാണോ പാവപ്പെട്ട മനുഷ്യർ? അവരെ അപമാനിക്കുകയാണ് ഇവിടെ UDF. ഞങ്ങൾ പറഞ്ഞു അത് കൈക്കൂലിയല്ല, അവരെ അവകാശമാണ്. ഈ നാട്ടിൽ അവർ ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാൻ സർക്കാരിന് ബാധ്യതയുടെ അവകാശമാണ്. അങ്ങനെ ജനങ്ങളുടെ അവകാശങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് അവതെല്ലാം ചെയ്തു തീർക്കുന്ന ഒരു ഗവൺമെൻറ്, അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. നിങ്ങൾക്കറിയാം, ഇപ്പം കേരളത്തിൽ ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന മനുഷ്യർ, അവർക്ക് വീടുണ്ട്, അവർക്ക് ഭൂമിയുണ്ട്. ഇവിടെ പട്ടയം എന്ന് പറയുന്നത് നാട്ടിലൊരു പേരായിരുന്നു. ഇപ്പം പട്ടയം എന്ന് പറയുന്നത് 5 ലക്ഷത്തിനോട് അടുത്ത് പട്ടയം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം പ്രായമുള്ള ആളുകൾ ജീവിക്കുന്നത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ദീർഘായുസ കേരളത്തിൽ. ഇവിടെ മരണം കുറവാണ്. എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ തന്നെ ഈ കേരളം ഇന്ന് വേറിട്ട് നിൽക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കേരളം ഇതുപോലെ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറയുന്നത്, നാട്ടിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ MN ഓർക്കണം. MN ഈ നാട്ടിലെ ജനങ്ങളെ ഓർത്താണ്. MN പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള തുടക്കമാണ് പാർട്ടി ആരംഭിച്ചത്. ആ തുടക്കമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത്.